ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ ഗാർഹിക വിസയിലുള്ളവർക്ക് തൊഴിൽ വിസയിലേക്ക് മാറാനുള്ള നിബന്ധനയിൽ ഇളവ്. എടുത്തുകളഞ്ഞത് നിലവിലെ സ്പോൺസറുടെ കീഴിൽ 1 വർഷം പൂർത്തിയാക്കണമെന്ന നിബന്ധന. സൗദിയിൽ റിക്രൂട്ട്മെന്റ് വഴി വന്നിറങ്ങുന്ന വിദേശ തൊഴിലാളികൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് യോഗ്യതാ പരീക്ഷ ഏർപ്പെടുത്തും. വ്യാജ ടെലിഫോൺ കണക്ഷനുകളുടെ പേരിൽ ബഹ്റൈനിൽ വൻ തട്ടിപ്പ് നടത്തുന്നത് പ്രവാസികളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച്. ഇരയാകുന്ന പ്രവാസികൾക്കുണ്ടാകുന്നത് വൻ സാമ്പത്തിക ബാധ്യത. കുവൈത്തിൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമാക്കുന്നു. സാമൂഹിക തൊഴിൽകാര്യ മന്ത്രാലയത്തിന്റെ കരട് പ്രമേയം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കും. അൽ ഖായിദയുടെ പ്രവർത്തനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് നേതാവ് ഐമൻ അൽ സവാഹിരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനു വേണ്ടി പ്രത്യേക വിഭാഗം രൂപവൽക്കരിക്കുമെന്ന് സവാഹിരിയുടെ വീഡിയോ സന്ദേശം. സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റലിജൻസ് ബ്യൂറോ. വ്യാജ ടെലിഫോൺ കണക്ഷനുകളുടെ പേരിൽ നിരവധി പ്രവാസികളാണ് ബഹ്റൈനിൽ തട്ടിപ്പിനിരയാകുന്നത്. തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തങ്ങളുടെ പേരിൽ പുതിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നത് കാരണം വൻ സാമ്പത്തിക ബാധ്യതയാണ് പ്രവാസികൾക്ക് ഉണ്ടാകുന്നത്. മറ്റാരുടെയെങ്കിലും തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വ്യാജമായി സ്മാർട്ട് ഫോണും കണക്ഷനും സ്വന്തമാക്കുന്ന തട്ടിപ്പിൽ നിരവധി പേരാണ് ഇതിനകം ബഹ്റൈനിൽ ഇരയായത്. പണമടക്കണമെന്നാവശ്യപ്പെട്ട് ടെലിഫോൺ കമ്പനികളിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുമ്പോഴാണ് പല പ്രവാസി മലയാളികളും തങ്ങൾ ചതിയിൽപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. സ്വകാര്യ കമ്പനിയുടെ കസ്റ്റമർ സർവീസിൽ ജോലി ചെയ്യുന്ന എറണാകുളം കൂത്താട്ടുകുളം സ്വദേശി സുരേഷ് കുമാറാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ ഇര. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് ഒരു സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു കോള് വന്ന് 230 ദിനാർ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഞാനത് കേട്ടപ്പോൾ പെട്ടെന്ന് അത് അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് അങ്ങനെ ഞാൻ ആകെ ഒരു പ്രീപെയ്ഡിന്റെ ഒരു സിമ്മാണ് യൂസ് ചെയ്യുന്നത്. എംബസിയിലും ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റിയുടെ മുന്നിലും ഈ പ്രശ്നം ഇതിനകം ഉന്നയിച്ചതായും പല കേസുകളും കോടതിയുടെ പരിഗണനയിലാണെന്നും സാമൂഹിക പ്രവർത്തകൻ KT സലീം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത്തരം ഇരകളുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. TRAയിൽ നിന്ന് കിട്ടിയ മറുപടി ഇത്തരം കേസുകളെല്ലാം ഒന്നിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ കൈമാറുമെന്നാണ്. കോടതി മുഖേന മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ്. ടെലിഫോൺ കമ്പനികളെ കബളിപ്പിച്ച് ചിലർ നേടുന്ന വ്യാജ കണക്ഷന്റെ പേരിൽ യാത്രാ നിരോധമടക്കമുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികൾ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് ആഗ്രഹിക്കുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് VK തോമസ് ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. VK തോമസ്, ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് കണക്ഷനുകൾ എടുക്കുന്നത് വ്യാപകമാവുകയാണ് ബഹ്റൈനിൽ. എങ്ങനെയാണ് തിരിച്ചറിയൽ കാർഡുകൾ മറ്റുള്ളവരുടെ കൈകളിൽ എത്തിപ്പെടുന്നത്? ടെലിഫോൺ കണക്ഷൻ വിതരണക്കാർ വഴിയാണോ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്? നമ്മുടെ തിരിച്ചറിയൽ കാർഡ് പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകളിലും പല സ്ഥാപനങ്ങളിലും കൊടുക്കാറുണ്ട്. അവിടെ നിന്നായിരിക്കാം ചിലർ കോപ്പികൾ എടുക്കുന്നതും അല്ലാതെ തന്നെ ചില ഫോട്ടോ കോപ്പി സെന്ററുകളെ അങ്ങനെയുള്ള മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മുടെ കാർഡിന്റെ കോപ്പികൾ എടുക്കാൻ സാധ്യതകളുണ്ട്. അവിടെ നിന്നും ആൾക്കാർ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് ഈ കാർഡ് മറ്റുള്ളവർ കൈവശപ്പെടുത്തുന്നതായിരിക്കാം. സാധാരണ ഇന്ത്യയിലും മറ്റും ഇത്തരത്തിൽ ടെലിഫോൺ കണക്ഷൻ വിതരണം ചെയ്യുന്ന കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾ വഴി ഇത്തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. ഈ അർത്ഥത്തിൽ ഇത്തരത്തിൽ ബഹ്റൈനിലും ഇങ്ങനെ കണക്ഷൻ നൽകുന്നവർ തന്നെ ഈ രേഖകൾ ഉപയോഗിച്ച് കൂടുതൽ കണക്ഷനുകൾ നൽകുന്ന പ്രവണതയുണ്ടോ ബഹ്റൈനിൽ? അത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇത് ചെയ്യുന്നത് ആ കമ്പനിയിൽ ജോലിയുള്ളവർ അറിഞ്ഞിട്ടാണെന്നും പറയാൻ പറ്റൂല. കാരണം ഇത് മറ്റുള്ള ഈ ഒരു വിഭാഗം ആൾക്കാര് മനുഷ്യരെ ചതിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഇത് ചെയ്യുന്നത്. കാരണം ഇവിടെ കമ്പനികളിൽ ഇത് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് ഉള്ളതായി അറിവില്ല. ഇത്തരത്തിൽ ലീഗൽ ഓഫീസർമാരുടെ നോട്ടീസ് ലഭിച്ച നിരവധി പ്രവാസികളുണ്ടെന്ന് പറയുന്നു. എങ്ങനെ നിയമപരമായി നേരിടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ? നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നിയമപരമായി നമുക്ക് കോടതി വഴി മാത്രമേ ഇതിനൊരു പരിഹാരം കാണുവാൻ പറ്റുള്ളൂ. കാരണം ഇവര് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവിടുന്ന് ഒരു കമ്പനിയോ ഒരു സ്ഥാപനമോ കോടതിയിൽ ഒരു അപേക്ഷ നൽകിയാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രാവൽ വാൻ അവർക്ക് ലഭിക്കും. നമുക്ക് ട്രാവൽ വാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ട്രാവൽ ബാൻ മാറ്റണമെങ്കിൽ കോടതി മുഖേന മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ കോടതി മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുകളെല്ലാം കൂടി പബ്ലിക് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വഴി ഇതിന് ഒരു പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷ. ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനായി എന്തെല്ലാം മുൻകരുതലുകളാണ് പ്രവാസികൾ എടുക്കേണ്ടത്? നമ്മൾ കുറച്ച് സൂക്ഷിച്ചാൽ ഇതിന് വലിയ ദുരുപയോഗങ്ങൾ ഉണ്ടാകാറില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ആർക്കും തന്നെ പറയാൻ പറ്റുന്നില്ല.
പക്ഷെ അവരവരുടെ രേഖകൾ അവരവര് കൂടുതൽ ജാഗ്രതയോടുകൂടി ഉപയോഗിച്ചാൽ ഇത് സംഭവിക്കാൻ വഴിയില്ല. കാരണം ഇവിടെ ഒറിജിനൽ കാർഡും ഒറിജിനൽ രേഖയും കോപ്പിയും കൂടെ കൊടുത്താലാണ് സാധാരണ അവിടെ സ്വീകരിക്കുകയുള്ളൂ. കാരണം അതിന്റെ പ്രിന്റ് ഔട്ട് കൊടുക്കണം. പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ അതിന്റെ ഒറിജിനൽ ചിപ്പ് ഇട്ടാൽ മാത്രമേ പ്രിന്റ് ഔട്ട് കിട്ടുകയുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ആർക്കും തന്നെ ഒരു പിടുത്തവുമില്ല. കാരണം ഇത് നടക്കാൻ പാടില്ല. കാരണം ഇത് നമ്മൾ ഒപ്പിടണം, നമ്മുടെ ഒറിജിനൽ തിരിച്ചറിയൽ കാർഡ് കൊടുക്കണം. ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ള കാര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇനി ചിലപ്പോൾ ഈ ടെലിഫോൺ കമ്പനിയുടെ സെയിൽസുകാര് ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഏജന്റന്മാരെ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കാർഡ് വിൽക്കാൻ വേണ്ടി സബ് ഏജൻസികൾ അല്ലെ മെയിൻ ഏജൻസി, ഇങ്ങനെ പല ഏജൻസികളെ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുവഴി പോകുന്നതാണോന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ടെലിഫോൺ ഇൻസ്ട്രുമെന്റ്, ഈ സ്മാർട്ട് ഫോണൊക്കെ കൊടുക്കുന്നത് മെയിൻ ഓഫീസിൽ നിന്ന് മാത്രമേ കിട്ടാറുള്ളൂ. അവരുടെ ഓൺ ഓഫീസിൽ നിന്നേ കിട്ടാറുള്ളൂ. ഈ പ്രീപെയ്ഡ് കണക്ഷൻസ് മാത്രമേ ഏജൻസി വഴി കിട്ടാറുള്ളൂ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് വി കെ തോമസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക്. കുവൈത്തിൽ ഗാർഹിക വിസയിലുള്ളവർക്ക് തൊഴിൽ വിസയിലേക്ക് മാറാനുള്ള നിബന്ധനയിൽ ഇളവ്. നിലവിലെ സ്പോൺസറുടെ കീഴിൽ 1 വർഷം പൂർത്തിയാക്കണമെന്ന നിബന്ധനയാണ് മാൻ പവർ അതോറിറ്റി എടുത്തുമാറ്റിയത്. ഈ മാസം 17 മുതലാണ് ഖാദിം വിസ മാറ്റത്തിന് അനുമതിയുള്ളത്. ആർട്ടിക്കിൾ 20-ൽപ്പെടുന്ന പരിചാരക വിസയിൽ നിന്നും സ്പോൺസറുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സ്ഥാപനത്തിലേക്ക് മാറുന്നതിനാണ് മാനവ വിഭവശേഷി വകുപ്പ് അനുമതി നൽകിയത്. നവംബർ 17 വരെയാണ് ഇളവ് കാലാവധി. ആവശ്യം വരുന്ന വിദേശ തൊഴിലാളികളെ രാജ്യത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനു പകരം നിലവിൽ രാജ്യത്തുള്ളവരെ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിസമാറ്റാനുമതിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. വിദേശ റിക്രൂട്ട്മെന്റ് ഇല്ലാതെ തന്നെ ജോലിക്കാരെ കണ്ടെത്താൻ കഴിയും എന്നതിനാൽ തൊഴിലുടമകളും തീരുമാനത്തെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ വിസമാറ്റത്തിന് അതോറിറ്റി മുന്നോട്ട് വെച്ച നിബന്ധന കാരണം ഇളവ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്ന് തൊഴിൽ സംരംഭകർ പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് നിലവിലെ സ്പോൺസറുടെ കീഴിൽ 1 വർഷം പൂർത്തിയാക്കിയിരിക്കണം എന്ന നിബന്ധന അധികൃതർ ഒഴിവാക്കിയത്. അതേസമയം സ്പോൺസറുടെയോ അടുത്ത ബന്ധുക്കളുടെയോ സ്ഥാപനത്തിലേക്ക് മാത്രമേ വിസമാറ്റം അനുവദിക്കൂവെന്നും ഇത്തരമൊരു ഇളവ് ഭാവിയിൽ ഉണ്ടാകില്ലെന്നും മാൻ പവർ അതോറിറ്റി മേധാവി ജമാൽ അൽ ദൂസരി പറഞ്ഞു. തൊഴിൽപരമായ പരാതികളുള്ളവർക്ക് ധൈര്യസമേതം അതോറിറ്റിയെ സമീപിക്കാമെന്നും പണിമുടക്ക് സമരം പോലുള്ള രീതികൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുനീർ അഹമ്മദ് ഉണ്ട് കുവൈത്തിൽ നിന്ന്. ഇപ്പോൾ മുനീർ, ഈ വിസമാറ്റം സംബന്ധിച്ച ഇളവ് എത്രത്തോളം സഹായകരമാണ് പ്രവാസികൾക്ക്? ജിംസ്, കുവൈറ്റിലെ മലയാളികളടക്കമുള്ള പ്രവാസികൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു ഇളവാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഈ മാസം 17 മുതൽ ഗാർഹിക വിസയിലുള്ള തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലെ വിസയിലേക്ക് മാറാനുള്ള ഒരു അനുമതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിന് 1-2 നിബന്ധനകൾ ലേബർ അതോറിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് തൊഴിലാളി ഒരു നിലവിലുള്ള കഫീലിന്റെ കീഴിൽ 1 വർഷം ജോലി ചെയ്യണം എന്നുള്ള നിബന്ധനയായിരുന്നു. ആ നിബന്ധന കൊണ്ട് ഈ ഗാർഹിക വിസമാറ്റ ഇളവ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് തൊഴിലുടമകളടക്കം വളരെ ആശങ്കപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ലേബർ അതോറിറ്റി ഡയറക്ടർ ജമാൽ അൽ ദൂസരി ഇന്ന് പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 1 വർഷം കുവൈത്തിൽ 1 വർഷം പൂർത്തിയായ ആർക്കും ഈ വിസ മാറ്റാം. എന്നാൽ സ്വന്തം കഫീലിന്റെ പേരിലേക്ക് മാത്രമാണ് വിസ മാറ്റാൻ കഴിയൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സത്യത്തിൽ 1 ലക്ഷത്തിലധികം ഗാർഹിക മേഖലയിൽ അനധികൃതമായി കഴിയുന്ന 1 ലക്ഷത്തിലധികം വിദേശികൾ ഇവിടെ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായി ഒരു പൊതുമാപ്പിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പൊതുമാപ്പ് ഉണ്ടാകില്ല എന്നാണ് അറിയുന്നതെങ്കിലും ഈ ഒരു ഇളവ് ഒരുപാട് പ്രവാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അജിൻ, ദയവായി തുടരുക. മുനീർ, ഇപ്പോൾ യൂനുസ് സലീം സാമൂഹ്യ പ്രവർത്തകൻ കുവൈത്തിൽ നിന്ന് ചേരുന്നു. യൂനുസ് സലീം, 1 ലക്ഷത്തിലധികം പേർ നിയമവിരുദ്ധമായി ഇപ്പോഴും ഗാർഹിക വിസയിൽ കഴിയുന്നുണ്ട് പൊതുമാപ്പ് പ്രതീക്ഷിച്ച്. അത്തരം ആളുകൾക്ക് ഈ ഇളവ് എത്രത്തോളം സഹായകരമാകും? യഥാർത്ഥത്തില് ഇവിടെ കുവൈത്ത് ഗവൺമെന്റ് ഇത്തരം നിയമലംഘനങ്ങളെ അടിച്ചൊതുക്കാനല്ലാതെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് നിത്താഖാത്തിനെ തുടർന്ന് വ്യാപകമായ പരിശോധനകൾ ഉണ്ടാവുകയും അതിൽ മലയാളികളടക്കം ആയിരക്കണക്കിന് മലയാളികളടക്കം 100 കണക്കിന് മലയാളികളടക്കം നാട്ടിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് ശരിക്കും സത്യത്തിൽ ഇതിന് യഥാർത്ഥ കാരണക്കാരായ ആളുകളെ കണ്ടെത്താനും അതിന്റെ യഥാർത്ഥ കാരണം ഇല്ലാതാക്കാനും സർക്കാർ ഇതുവരെ ഒരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളതാണ്.
കാരണം ഒരു ഹോട്ടലോ ഒരു ബക്കാലിയോ തുടങ്ങുകയാണെങ്കിൽ അതിന് 5 വിസ ആവശ്യമുണ്ടെങ്കിൽ, 6 തൊഴിലാളികൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് 4 or 3 വിസകളെ ഇവിടെ യഥാർത്ഥത്തിൽ അനുവദിക്കുന്നുള്ളൂ. മാത്രമല്ല ഒരു കുവൈറ്റിക്ക് തന്നെ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഖാദിമുകളെ വിസ കിട്ടുകയും ഒരാളുടെ പേരിൽ തന്നെ 30 ഖാദിമൊക്കെ എടുത്ത പല കുവൈറ്റുകളുണ്ട്. അപ്പൊ ഈ നിയമങ്ങൾ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് സഹായകരമാവുന്നു എന്നല്ലാതെ ഈ നാട്ടിൽ നിന്നും ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി പല രീതിയിലും ഇവിടെ മലയാളികളായ ഈ ഖാദിം വിസയിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് മലയാളികളാണ്, മറ്റൊന്ന് ആന്ധ്ര സ്വദേശികളാണ് ഇവിടെ കാര്യമായിട്ട് വരുന്നത്. മറ്റ് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ വളരെ കുറവാണ്. മറ്റ് പാകിസ്ഥാനി പോലുള്ള രാജ്യക്കാരും വളരെ കുറവാണ്. കൂടുതലായും വരുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ മലയാളികളും ആന്ധ്രക്കാരുമാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ ഇത്തരം ഇവിടെ വന്ന് ഒരു 1-2 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞതിന് ശേഷം കഫീൽ ഇവരെ സ്പോൺസർ തന്നെ പോയി വിസ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യമാണ്. വളരെ വലിയൊരു നമ്പേഴ്സ് ഇവിടെ നമുക്ക് നിരന്തരം കാണാൻ കഴിയുന്നത്. അവരറിയാതെ പിന്നീട് എപ്പോഴെങ്കിലും പോലീസ് ചെക്കിങ്ങിൽ പെടുമ്പോഴോ അല്ലെങ്കിൽ വിസ പുതുക്കാനോ പോകുമ്പോഴാണ് അറിയുന്നത് 6 മാസം മുമ്പോ 1 വർഷം മുമ്പോ വിസ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. ഈ നിയമങ്ങളൊന്നും ഇത്തരം ആളുകൾക്ക് ഉപകാരപ്രദമാവുന്നില്ല, അവരെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ച നിയമം യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതല്ല. കാരണം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഒരു ഖാദിം വിസക്കാരന് അതേ ഷോപ്പിൽ തന്നെ വിസ മാറ്റാൻ ഇപ്പോഴും നിയമം അനുവദിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്നത്, വളരെ മുമ്പുണ്ടായിരുന്നു. കാരണം ഇപ്പൊ നഫ്സ് കഫീൽ ഇല്ലെങ്കിൽ അയാളുടെ ബന്ധു ആയിരിക്കണം വിസ മാറ്റണമെങ്കിൽ, ഇല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഇനി മാറ്റിയാൽ തന്നെ 3 വർഷത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു കഫീലിന്റെ പേരിലേക്ക് മാറ്റാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ നിയമങ്ങൾ അതിന് പോരാ. ഇപ്പം പ്രഖ്യാപിച്ച നിയമം അത് പോരാ എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. യൂനുസ് സലീം, സൗദി പോലുള്ള രാജ്യങ്ങൾ ഗാർഹിക തൊഴിൽ ഉൾപ്പെടെ മറ്റ് തൊഴിൽ കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. തൊഴിൽ നിയമങ്ങൾ കുറെ കൂടി കർക്കശമാക്കിയിരിക്കുന്നു. കുവൈത്തിൽ അത്തരത്തിലൊരു കർക്കശമായ തൊഴിൽ വിസ നിയമങ്ങൾ നിലവിലില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, നിയമങ്ങൾ സത്യത്തിലുണ്ട്. നിയമങ്ങൾ ഇപ്പോ ഒരു ഖാദിം വിസ ഒരു ഖാദിം കുവൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് വരുമ്പം അതിന് ഇന്ത്യൻ സർക്കാർ തന്നെ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ഒരു സ്പോൺസർക്ക് ഈ ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നത് കൊണ്ട് മിക്കവാറും ഇവിടെ വരുന്നതിൽ 60-70% ആളുകളും ആ ഒരു കോൺട്രാക്റ്റിലൂടെ അല്ല വരുന്നത്. ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികളിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചുവിടുന്ന എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ്. മിക്കവാറും ആളുകൾ ഇവിടെ ലേബർ ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഇവിടെ, പിന്നെ ഖദ്ദാമ ഓഫീസ് എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത്. ഈ ഒരു വർഷത്തേക്കും 6 മാസത്തേക്കുമുള്ള വിസക്ക് ഇവിടെ കൊണ്ടുവന്ന് ചുരുങ്ങിയ ചെലവിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് മറ്റു കുവൈറ്റുകൾക്ക് 1000-1200 ദിനാറിന് വിൽക്കുന്നതാണ്. നമ്മൾ എംബസിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസവും 2-3 ആളുകൾ ഇത്തരം കേസിലുള്ള ആളുകളെ കാണാം. ക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അവിടെ നിന്നും ചാടി വന്ന ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. ഈ നിയമം ഇവരെ സംരക്ഷിക്കാനുള്ള നിയമം സത്യത്തിൽ കുവൈറ്റിലുമുണ്ട്, നാട്ടിലുമുണ്ട്. പക്ഷെ ഇത് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ 2-3 തവണ ഇവിടെ വന്ന് പ്രയാസപ്പെട്ട ആളുകൾ പോലും 2 ആഴ്ച മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. 2-3 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കുകയും ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്തിട്ടും വീണ്ടും ഇതേ വിസയിൽ തന്നെ ഇതേ അവസ്ഥയെ അനുഭവിക്കാൻ തയ്യാറായി കൊണ്ടുവന്ന മലയാളികളാണ്. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഏറ്റവും എളുപ്പമായ വഴിയിലൂടെ വന്ന് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രധാന കാരണം നാട്ടിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും ചുറ്റുപാടുകളും ഒക്കെയാണ് ഇവരോട് സംസാരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളും അവരൊക്കെ ഈ വിഷയത്തിൽ പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. 1-2-3 വിഷയങ്ങളുണ്ടായ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ട ബില്ലുകളൊക്കെ ഇത്തരം ഇടപെടലുകളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിയമങ്ങൾ ഇല്ല എന്നുള്ളതല്ല, അത് ശരിയായ രീതിയിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ. വളരെയധികം നന്ദി യൂനുസ് സലീം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.